ചാനൽ ട്രിനിറ്റി വോയിസ്. സ്വർഗീയ സിയോനിൽ പ്രിയനോടെന്നും ഞാൻ, സ്വർഗീയ സിയോനിൽ പ്രിയനോടെന്നും ഞാൻ വാണിടും നാളിനായി കാത്തിടുന്നേ പ്രിയ, വാണിടും നാളിനായി കാത്തിടുന്നേ പ്രിയ. ആമേൻ കർത്താവേ വരണേ വേഗം, ആമേൻ കർത്താവേ വരണേ, ആമേൻ കർത്താവേ വരണേ വേഗം, ആമേൻ കർത്താവേ വരണേ. രാജാധിരാജൻ വരും നീതാ, തൻ്റെ വിശുദ്ധരെ ചേർത്തിടുവാൻ. രാജാധിരാജൻ വരും നീതാ, തൻ്റെ വിശുദ്ധരെ ചേർത്തിടുവാൻ. നമുക്ക് ഫസ്റ്റ് സെഷനിലേക്ക് പോവാം. ജനസിസ് ചാപ്റ്റർ 7 വേർഡ്സ് 3, 4 and 5. ഉൽപ്പത്തി 7-3, 4, 5. ആകാശത്തിലെ പറവുകളിൽ നിന്നും പൂവനും പിടയുമായി 7 ഭൂമിയിലൊക്കെയും സന്തതി ശേഷിച്ചിരിക്കേണ്ടതിന് നീ ചേർത്തുകൊള്ളണം. ഓ ഫൗൾസ് ഓൾസോ ഓഫ് ദ എയർ ബൈ 7s, the male and female, to keep seed alive upon the face of all the earth. ഇനി 7 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഭൂമിയിൽ 40 രാവും 40 പകലും മഴ പെയ്യിക്കും. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സകല ജീവജാലങ്ങളെയും ഭൂമിയിൽ നിന്ന് നശിപ്പിക്കും. For 7 days and I will cause it to rain upon the earth 40 days and 40 nights, and every living substance that I have made will I destroy from off the face of the earth. യഹോവ തന്നോട് കൽപ്പിച്ച പ്രകാരമൊക്കെയും നോഹ ചെയ്തു. And Noah did according unto all that the Lord commanded him. Second session. റിക്വയർ എഴുതിയ ദ പർപ്പസ് ഡ്രിവൻ ലൈഫ് എന്ന ബുക്കിലേക്ക്. The first job God gave humans was to manage and take care of God's stuff on earth. This role has never been decided. It is a part of our purpose today. Everything we enjoy is to be treated as a fruit that God has placed in our hands. The Bible says, "What do you have God hasn't given you? And if all you have is from God, why boast as though you have accomplished something on your own?" Years ago, a couple let my wife and me use their beautiful beachfront home in Hawaii for a vacation. It was an experience we could never have afforded, and we enjoyed it immensely. We were told, use it just like it's yours. So we did. We swam in the pool, ate the food in the refrigerator, used the bath towels and dishes, and even jumped on the beds in fun. But we knew all along that it wasn't really ours. So we took special care of everything. We enjoyed the benefits of using the home without owning it. Third session like boom. Proverbs chapter 6 words 23, 24 and 25. സദൃശവാക്യങ്ങൾ 6:23, 24, 25. കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും, പ്രബോധനത്തിന് ശാസനകൾ
ജീവന്റെ മാർഗവും ആകുന്നു. For the commandment is a lamp, and the law is light, and reproofs of instruction are the way of life. അവ ദുഷ്ടസ്ത്രീയുടെ വശീകരണത്തിൽ നിന്നും പരസ്ത്രീയുടെ ചക്കരവാക്കുകളിൽ നിന്നും നിന്നെ രക്ഷിക്കും. To keep thee from the evil woman, from the flattery of the tongue of a strange woman. അവളുടെ സൗന്ദര്യത്തെ നിന്റെ ഹൃദയത്തിൽ മോഹിക്കരുത്. അവൾ കണ്ണിമ കൊണ്ട് നിന്നെ വശീകരിക്കുകയും അരുത്. Lust not after her beauty in thine heart, neither let her take thee with her eyelids. നമുക്ക് ഫോർത്ത് സെക്ഷനിലേക്ക് പോവാം. മെയിൻ ഹെഡിങ് യോശുവ എന്ന മഹാനായ നേതാവ്. യോശുവ 24:1-19 മുതൽ 24 വരെ. ഇസ്രയേലിയരുടെ ചെറിയ സൈന്യത്തിൻ്റെ മുൻപിൽ എരിഹോ തകർന്നു വീണു എന്ന വാർത്ത എല്ലായിടത്തും പരന്നു. അത് കേട്ടപ്പോൾ ചുറ്റുപാടുമുള്ള മറ്റു ജാതിക്കാരും ഭയന്നു. യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രയേലിയർക്ക് പല വിജയങ്ങളും ഉണ്ടായി. തൻ്റെ ജീവിതാന്ത്യത്തിൽ ദൈവത്തോടുള്ള ഉടമ്പടി മുറുകെ പിടിക്കാൻ യോശുവ ജനത്തെ ശക്തമായി ആഹ്വാനം ചെയ്തു. യോശുവ ജനത്തെ മുഴുവൻ ശേഖമിൽ വിളിച്ചുകൂട്ടി. അവിടെ വെച്ച് ജനത്തോട് ഇങ്ങനെ ആജ്ഞാപിച്ചു: യഹോവയെ ആരാധിക്കുക, എല്ലാ കാര്യങ്ങളിലും യഹോവയെ അനുസരിക്കുക. മെസപ്പൊട്ടോമിയയിലും ഈജിപ്തിലും വെച്ച് നിങ്ങളുടെ പൂർവികന്മാർ ആരാധിച്ചു വന്ന ദൈവങ്ങളുമായി നിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. യഹോവയെ മാത്രം ആരാധിക്കുക. യഹോവയെ ആരാധിച്ച് അനുസരിച്ച് ജീവിക്കുവാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ നിങ്ങളുടെ പൂർവികരുടെ ദൈവങ്ങളിൽ നിന്നൊന്നിനെയോ ഈ ദേശക്കാരായ അമ്മോര്യരുടെ ദേവന്മാരിൽ നിന്ന് ഒന്നിനെയോ തിരഞ്ഞെടുത്തുകൊള്ളുക. എന്നാൽ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ മാത്രം ആരാധിച്ച് അനുസരിക്കും. ജനങ്ങൾ മറുപടി പറഞ്ഞു: ഞങ്ങൾ അന്യദൈവങ്ങളെ സേവിക്കുവാനായി ഒരിക്കലും യഹോവയെ ഉപേക്ഷിക്കുകയില്ല. ഈജിപ്തിലെ അടിമകളായിരുന്ന ഞങ്ങളെ ദൈവമായ യഹോവയാണ് സ്വതന്ത്രരാക്കിയത്. ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങൾ ഞങ്ങൾ നേരിൽ കണ്ടതാണ്. വിവിധ രാജ്യങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോരുമ്പോൾ അവിടുന്നാണ് ഞങ്ങളെ കാത്തു സൂക്ഷിച്ചത്. ഞങ്ങൾ ഈ നാട്ടിൽ വന്നപ്പോഴും ഇവിടെ ഉണ്ടായിരുന്ന അമ്മോര്യരെ ഇവിടെ നിന്നും തുരത്തി ഓടിച്ചതും യഹോവയാണ്. അതുകൊണ്ട് ഞങ്ങളും യഹോവയെ തന്നെ സേവിക്കും. അവൻ ഞങ്ങളുടെ ദൈവമാണ്. യോശുവ ജനങ്ങളോട് പറഞ്ഞു: യഹോവയെ സേവിക്കുന്ന അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവിടുന്ന് വിശുദ്ധനായ ദൈവമാണ്. നിങ്ങൾ അന്യദൈവങ്ങളെ സേവിച്ചാൽ അവിടുന്ന് ക്ഷമിക്കുകയില്ല. യഹോവയെ ഉപേക്ഷിച്ചാൽ യഹോവ നിങ്ങൾക്ക് എതിരെ തിരിയും. നിങ്ങളെ ശിക്ഷിക്കും മുമ്പ് അവൻ നിങ്ങൾക്ക് നല്ലവനായിരുന്നെങ്കിലും ഇപ്പോൾ നിങ്ങളെ നശിപ്പിക്കുക തന്നെ ചെയ്യും. ജനങ്ങൾ യോശുവയോട്: ഒരിക്കലും ഞങ്ങൾ യഹോവയെ ഉപേക്ഷിക്കുകയില്ല, അവനെ മാത്രമേ ഞങ്ങൾ സേവിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ യോശുവ ജനത്തോട് ചോദിച്ചു: ഇത് നിങ്ങളുടെ തീരുമാനമാണോ? യഹോവയെ സേവിക്കാമെന്ന് നിങ്ങൾ പ്രതിജ്ഞ എടുക്കുകയാണോ? അതെ, ഞങ്ങൾ പ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ജനം മറുപടി പറഞ്ഞു. എങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള അന്യദേവന്മാരുടെ വിഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിക്കുക. യോശുവ ആജ്ഞാപിച്ചു: ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ലെന്ന് ഇപ്പോൾ പ്രതിജ്ഞ ചെയ്യുക. അപ്പോൾ ജനമെല്ലാം ഏകസ്വരത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയെ ആരാധിക്കും, ഞങ്ങൾ അവൻ്റെ കൽപ്പനകൾ അനുസരിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തു. 4ാമത്തെ സെഷൻ ഇവിടെ തീർന്നിരിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു അബണ്ടൻ്റ്ലി.